ഹലോ കൂട്ടുകാരെ, ഇന്ന് ഞങ്ങളുടെ അമ്പലത്തിൽ അരേശ്വരി അമ്പലത്തിൽ സപ്താഹമാണ്. ഇന്ന് ഞങ്ങളുടെ വകയാണ് അന്നദാനം. അപ്പോൾ ഞങ്ങളെല്ലാവരും അങ്ങോട്ട് പോവുകയാണ്. അവിടുത്തെ കാഴ്ചകളും കാര്യങ്ങളും എല്ലാം എല്ലാവർക്കും കാണാം. അത് ഞങ്ങൾ എല്ലാവർക്കും സ്വാഗതം. അന്നദാന ചടങ്ങിന് മുമ്പായി ആദരിക്കുന്ന ഒരു പരിപാടിയുണ്ട്, അതാണിത്. അപ്പോൾ ഇനി നമുക്ക് കർമ്മങ്ങളിലേക്ക് പോകാം. ആദ്യം നമുക്കിങ്ങനെ 5 പാത്രങ്ങളിലായി വിളമ്പി ഓരോരോ ഭഗവാന്റെ മുമ്പിലായി വെക്കുക. അപ്പോൾ ഞങ്ങളങ്ങനെ വിളമ്പുകയാണ്.
ശാന്തി എല്ലാ ഭക്ഷണവും പൂജിച്ച് കഴിഞ്ഞ് ശാന്തിക്ക് ദക്ഷിണയും കൊടുത്ത് നമ്മൾ ഓരോ പ്ലേറ്റ് എടുത്ത് ഓരോ ദൈവത്തിനും സമർപ്പിക്കുന്നതാണ്. ആദ്യം ഗണപതിക്കാണ് കൊടുക്കേണ്ടത്. അതൊന്നും നമുക്ക് കാണിക്കാൻ പറ്റില്ല, അമ്പലത്തിൻ്റെ ഉള്ളിലായതുകൊണ്ട്. അപ്പോൾ 5 പേര് എടുത്ത് പോവുകയാണ്. അപ്പോൾ ഞാനും ദക്ഷിണ കൊടുത്ത് പ്ലേറ്റും വാങ്ങി ഇറങ്ങുകയാണ് ഭഗവാൻ സമർപ്പിക്കാൻ. അപ്പോൾ ഇതാ ഞങ്ങൾ യജ്ഞശാലയിലോട്ട് നടക്കുകയാണ്. അവിടെയാണ് സമർപ്പിക്കേണ്ടത്. കൃഷ്ണനും രുക്മിണിക്കുമാണ് നമ്മൾ സമർപ്പിക്കാൻ പോകുന്നത്. അവിടെയും പിന്നെ ഗണപതി, മുരുകൻ, ദേവി, ഈ 5 പേർക്കാണ് നമ്മൾ സമർപ്പിക്കുന്നത്. അപ്പോൾ നമ്മളവിടെ സമർപ്പിച്ച് കഴിഞ്ഞു. ഇനി അന്നദാനം അവിടെ സമർപ്പിച്ച് കഴിഞ്ഞാൽ ബാക്കിയുള്ളവർക്ക് അന്നദാനം നടത്താൻ പറ്റുള്ളൂ. അപ്പോൾ ഇവിടെ നമ്മുടെ നാട്ടിലെ കുറച്ച് ചേച്ചിമാരും ചേട്ടന്മാരും വിളമ്പാനായി നിൽപ്പുണ്ട്. അപ്പോൾ നമ്മളും ഭക്ഷണം കഴിക്കാനായിട്ടുള്ള ഇതിലാണ്. അപ്പോൾ നമുക്കും ഭക്ഷണം കഴിക്കാം. ഇന്ന് രുക്മിണി സ്വയംവരമാണെന്ന് ഞാൻ പറഞ്ഞല്ലോ. അതുകൊണ്ട് കുഞ്ഞു മക്കൾ തോഴിമാരായും ഇരുന്ന് ഭക്ഷണം കഴിക്കുകയാണ്. പിന്നെ നമ്മുടെ അടുത്തായി തന്നെ രുക്മിണിയും കൃഷ്ണനും ഉണ്ട്. കൃഷ്ണനും രുക്മിണിയും ഭക്ഷണം കഴിച്ചുകൊണ്ടിരിക്കുകയാണ്.
നമ്മൾ ഭക്ഷണത്തിന് ശേഷം വീണ്ടും യജ്ഞശാലയിൽ ചെന്ന് ഭഗവാനെയും തൊഴുത് പിന്നെ നമ്മൾ വീട്ടിലേക്ക് മടങ്ങി.